നമുക്കിപ്പോൾ മേപ്പാടിയിലെ ക്യാമ്പിൽ നിന്നും ജോഷില കൂടി ചേരുന്നുണ്ട്. നമ്മൾ രാവിലെ സുജു ടി ബാബു ചൂരൽമലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തത്സമയ വിവരങ്ങൾ നൽകി. ഒരുപാട് കാഴ്ചകൾ, മനുഷ്യരുടെ അനുഭവങ്ങൾ, അതുപോലെ തന്നെ ഇന്നത്തെ തെരച്ചിൽ, സിവിൽ ഡിഫൻസ് ടീം, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ, എല്ലാ തരം മേഖലകളും, അതുപോലെ തന്നെ എല്ലാ മനുഷ്യരുടെയും ഈ പശുക്കൾക്കുമൊക്കെ എങ്ങനെയാണ് അവിടെ തീറ്റ ലഭിക്കുന്നത്, അത് കൊടുക്കാനുള്ള സംവിധാനം എന്താണ്, രാവിലത്തെ ഭക്ഷണ വിതരണം, ബ്രേക്ക്ഫാസ്റ്റ്, പ്രഭാത ഭക്ഷണമൊക്കെ എങ്ങനെ കൊടുക്കുന്നു, രാവിലെ അതുപോലെ തന്നെ തെരച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്രമായ വിവരങ്ങളാണ് സിജു കണ്ണൻ നൽകിയത്. അതായത് ഇപ്പോൾ മേപ്പാടിയിലെ ക്യാമ്പിൽ നിന്ന് ജോഷില കൂടി ചേരുന്നുണ്ട്. ജോഷില, ക്യാമ്പ് ഇന്നലെയും നമ്മൾ രാവിലെ ആ ക്യാമ്പിൽ നിന്നാണ് സംസാരിച്ചത്. അധ്യാപകർ സംസാരിച്ചിരുന്നു. വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അതിൽ തന്നെ നബീൽ എന്ന് പറഞ്ഞ കുട്ടിക്ക് ഇപ്പോൾ ജാമിയ മിലിയ സർവകലാശാലയിലേക്ക് പഠിക്കാൻ പോകാൻ പറ്റുന്നു. SLC രേഖകളൊക്കെ നഷ്ടപ്പെട്ടതാണ്. അത് വിദ്യാഭ്യാസ വകുപ്പ് സജ്ജമാക്കി കൊടുത്തിട്ടുണ്ട്. വാർത്തകളിൽ അത് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ വരുന്നുണ്ട്. ക്യാമ്പിലെ ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവരോടൊക്കെ സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു പൊതു ഫീൽ എന്താണ്, ശരിയായ ഫീൽ എന്താണ് ജോഷില? ശരത്, ഞാൻ നേരത്തെ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ ക്യാമ്പിലേക്ക് ഈ ഒരു വിവരങ്ങളൊന്നും, അതായത് സർക്കാർ എന്തൊക്കെയാണോ വാഗ്ദാനം ചെയ്യുന്നത്, ഈ വിവരങ്ങളൊന്നും ക്യാമ്പിലേക്ക് എത്തുന്നില്ല എന്നുള്ളത്. ഒന്നാമത് അത് വാർത്ത അവരെ കാണിച്ചാൽ ഈ ദുരന്തബാധിത പ്രദേശങ്ങളിലെ വാർത്ത അവർക്ക് കൂടുതൽ മനോവിഷമം ഉണ്ടാക്കുമെന്നുള്ളതുകൊണ്ട് വാർത്തകളൊന്നും അവർ കാണുന്നില്ല. അതുകൊണ്ട് അവരുടെ റെസ്പോൺസ് ചിലപ്പോൾ വളരെ പ്രതികരണം എന്ന് പറയുന്നത് ഒന്നും ലഭിക്കുന്നില്ല ആശങ്കകളായിരിക്കാം. പക്ഷേ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഉപസമിതി യോഗം കഴിഞ്ഞു. മന്ത്രിമാരെല്ലാം തന്നെ ക്യാമ്പുകൾ സന്ദർശിക്കുകയുണ്ടായി. അത് കുറച്ചുകൂടി ആത്മവിശ്വാസം കൂട്ടുന്നത് തന്നെയാണ്. അവർക്ക് ഇതുവരെ തങ്ങളെ എവിടേക്കാണ് മാറ്റിപ്പാർപ്പിക്കുക എന്നുള്ള വലിയ ഒരു പ്രശ്നം തന്നെ അവരുടെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഇന്നലത്തോടുകൂടി നീങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഈ പ്രീഫാബ് വീടുകളൊക്കെ തന്നെ താൽക്കാലികമായിട്ടാണോ അതോ സ്ഥിരമായിട്ടാണോ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ തന്നെ അവർക്ക് ആ ആശങ്കയൊക്കെ തന്നെ നീങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ PJ അബ്ദുൽ കലാം കമ്മ്യൂണിറ്റി ഹാളാണ്. അത് ക്യാമ്പിനടുത്ത് തന്നെയാണ്. ഇവിടെയാണ് മൃതദേഹങ്ങൾ ഇതുവരെ സൂക്ഷിച്ചു വെച്ചിരുന്നത്. അവിടെ ഈ കഴിഞ്ഞ 9 ദിവസമായി എല്ലാ കാര്യങ്ങളും, അതായത് ആളുകൾ വരുമ്പോൾ മൃതദേഹങ്ങൾ തിരിച്ചറിയാനും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾക്കും ആരൊക്കെയാണ് ഇവിടെ വരുന്നത്, അവർ കൃത്യമായി നാട്ടുകാരാണോ എന്നൊക്കെ അന്വേഷിക്കാനും അവരെ ഈ മൃതദേഹങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാനും കഴിഞ്ഞ 9 ദിവസമായി രാത്രി, അന്ന് ഉരുൾപൊട്ടിയ ദിവസം രാത്രി മുതൽ ഇവിടെ സന്നദ്ധ സേവന പ്രവർത്തനം നടത്തിയ ചൂരൽമലയിലെ തന്നെ നാട്ടുകാരനായ ഷാഹിദ് നമ്മുടെ കൂടെയുണ്ട്. ഷാഹിദിനോട് ആ വിശേഷങ്ങൾ കൂടി പങ്കുവെക്കാറുണ്ട്. ഞാൻ ഇന്ന് ഷാഹിദിനെ ഇവിടെ കൊണ്ടുവരാൻ കാരണം ഇന്നലെ രാത്രിയാണ് അവസാന മൃതദേഹം, ഇവിടെ കമ്മ്യൂണിറ്റി ഹാളിൽ സൂക്ഷിച്ചിരുന്ന അവസാന മൃതദേഹം എന്ന് പറയാനൊന്നുമില്ല, ഒരു ചെറിയ ഭാഗം ഇവിടെ നിന്ന് കൊണ്ടുപോയത്. അതുവരെ ഷാഹിദ് ഇതിൻ്റെ ഒക്കെ കാവൽക്കാരനായിരുന്നു. അതുമാത്രമല്ല, പുത്തുമല ഉരുൾപൊട്ടിയ സമയത്ത് അതിൻ്റെ ദൃക്സാക്ഷിയായിരുന്നു ഷാഹിദ് എന്നുള്ളതാണ്. ആ കാര്യം കൂടി ഇന്ന് 5ാം വാർഷികം ആണ്. പുത്തുമലയുടെ 5ാം വാർഷികം, 5 വർഷം കഴിയുന്നു. ആ ദിവസമാണിന്ന്. അതുകൊണ്ട് ഷാഹിദിൻ്റെ നമുക്ക് കിട്ടിയത് ആ ഒരു അനുഭവം കൂടി പങ്കുവെക്കലാവും. ഈ ഉരുൾപൊട്ടലും അദ്ദേഹം കണ്ടതാണ്. ഇവിടെ ഓഫ് റോഡ് വാഹനം ഓടിക്കുകയും അതുകൊണ്ട് തന്നെ വലിയ ഉപകാരം, ഈ ഒരു ഉരുൾപൊട്ടലിൽ ആളുകളെ രക്ഷപ്പെടുത്താനൊക്കെ വലിയ ഉപകാരം ചെയ്ത ആളുമാണ് ഷാഹിദ്. ഈ ഒരു ഉരുൾപൊട്ടൽ സമയത്ത് എവിടെയായിരുന്നു എന്നുള്ളത്? ഞാൻ ഈ ഉരുൾപൊട്ടുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ പുറത്തായിരുന്നു. ഞാൻ ഡ്രൈവറാണ്. അന്ന് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ കോയമ്പത്തൂർ പോയതായിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ അടുത്ത് ഉമ്മ രാവിലെ പറഞ്ഞാണ് പോകണ്ടെന്ന്. പക്ഷേ അന്ന് വേറൊരു സിറ്റുവേഷൻ അല്ലാത്തത് കൊണ്ട് ഞാൻ പോയി. ഞാൻ അവിടെ എത്തി കോയമ്പത്തൂർ റൂം എടുത്ത് രാത്രി 1:45 എൻ്റെ ഉമ്മ വിളിക്കുന്നത്. നിൻ്റെ അടുത്ത് ഞാൻ പോകണ്ടെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് നീ പോയത്, ഇപ്പോൾ ഇവിടെ എല്ലാം പോയില്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഉമ്മ വിളിച്ചപ്പോൾ. അതെ, ഞാനെന്നല്ല, നമുക്ക് അതിൽ രക്ഷപ്പെട്ടവരെല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. പിന്നെ വിളിക്കാനുള്ളവരൊക്കെ ദൈവം വിളിച്ചു, അത്രേ പറയാനുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ ഞാനിവിടെ എത്തി. ഫസ്റ്റ് ഞാൻ അവിടെ ക്യാമ്പിലായിരുന്നു, ചൂരൽമല ഒരു ചർച്ചിലായിരുന്നു. എല്ലാ ആൾക്കാരും ചർച്ചിലായിരുന്നു. ആ ചർച്ചിൽ നിന്ന് പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ക്യാമ്പിലോട്ട് മാറ്റുന്നുണ്ടെന്ന് പറഞ്ഞ് വൈകുന്നേരം വരെ ഞാൻ എൻ്റെ വണ്ടിയിൽ അവിടെ നിന്നുള്ള ആൾക്കാരൊക്കെ ഫുള്ള് നമ്മൾ ക്യാമ്പിൽ എത്തിച്ചതിന് ശേഷം അന്ന് വൈകുന്നേരം 7 മണിക്കാണ് ഞാൻ കമ്മ്യൂണിറ്റി ഹാളിൽ മോർച്ചറിയിൽ കയറുന്നത്. ആ കയറുന്നത് മുതൽ ഈ സമയം വരെ ഞാൻ അവിടെ ഉണ്ട്. പക്ഷെ ഇന്നത്തെ രാവിലത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും ആഗസ്റ്റ് മാസം 8-ാം തീയതി വരുമ്പോൾ ഒരു ഇതായിരുന്നു, 1 വർഷമായി 2 വർഷമായി 3 വർഷമായി എന്നുള്ള അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഇന്ന് 10 ദിവസം മുന്നേ ആയി. ഇന്ന് 5 വർഷം പൂർത്തിയാകും പുത്തുമല ഉരുൾ പൊട്ടിയിട്ട്.
അതിൽ നമ്മളെ കൂടെയുള്ള ആൾക്കാരുണ്ട്, എൻ്റെ കൂടെ പഠിച്ചവരെ അമ്മ ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ അവർ ഇനി ഒരുപാട് ആൾക്കാരെ ഇതുവരെ കിട്ടിയിട്ടുമില്ല. അന്നത്തെ ഒരു അനുഭവം ഒന്ന് പറയാവോ? അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഏലവേലി ഭാഗത്ത് ഈ സൂചിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് പ്രായമായ ആൾക്കാരുണ്ടായിരുന്നു. അവരെ നടക്കാനും കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരുന്നു. അവരൊക്കെ ഞങ്ങൾ അപ്പുറത്ത് നമ്മളെ പുത്തുമല സ്കൂളുണ്ട്, ഒരു ഗവൺമെൻറ് സ്കൂളുണ്ട്, ചെറിയ സ്കൂളാണ്. ആ സ്കൂളിൽ അവരൊക്കെ കൊണ്ടുപോയി അവിടെ പിന്നെ സേഫാക്കി വെച്ച് അവിടുന്ന് കഞ്ഞി ചെറുപയറുമാണ് അന്ന്. കഞ്ഞിയും ചെറുപയറും കുടിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ ആ ഉരുൾ പൊട്ടിയ ഭാഗത്ത് കൂടെ വന്ന് 2 മിനിറ്റ് കഴിഞ്ഞ് മെയിൻ റോഡിൽ കയറിയപ്പോഴേക്കും ഉരുൾ പൊട്ടി. ഞങ്ങളത് ലൈവ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ റോഡിൽ ഇരുന്ന് പോയി. എന്താ ചെയ്യുക, കയ്യും കാലൊക്കെ തളർന്നു. എന്താ ചെയ്യാന്നൊരു ഇതും കിട്ടണില്ല. എന്നുവെച്ചാൽ അത് വരുന്നത് അത്രയും ഒരു ഇതിലാണ്. എന്താ വെച്ചാൽ നമുക്ക് പറഞ്ഞാൽ നമുക്കറിയില്ല. അതൊക്കെ പകൽ സമയത്ത് ഒരു 11:30-12 മണിൻ്റെ ഇടയിലായിരുന്നു. പക്ഷെ അത് കണ്ടു കഴിഞ്ഞാലേ അറിയുള്ളൂ. നമ്മളിങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാർ നമ്മൾ പറയുമ്പോൾ ഉരുൾ പൊട്ടി എന്ന് പറയുമ്പോൾ അവർ സാധാരണ ഉരുൾ പൊട്ടി അങ്ങനെ. പക്ഷെ അത് നമ്മൾ കണ്ടാലേ നമുക്ക് അതിൻ്റെ ഒരു ഭീകരത അറിയുള്ളൂ. പക്ഷെ അത് ഇപ്പോഴും എൻ്റെ മൈൻഡിലുണ്ട്. പക്ഷേ ചൂരമല മുണ്ടക്കൈ ഭാഗത്തുള്ളത് ഇതിലും വലുതാണെന്നുള്ളത് ഞാനിവിടെ വന്നതിന് ശേഷം ഈ 9 ദിവസത്തിൽ ഞാൻ ഒരു ദിവസം ഞാൻ അവിടെ പോയി കണ്ടിട്ടുള്ളൂ. എന്താ വെച്ചാൽ എനിക്കത് കാണാനുള്ളൊരു ത്രാണിയില്ല. എന്താ വെച്ചാൽ നമ്മളെ ഉറ്റവരും ഉടയവരും കൂട്ടുകാരന്മാരും അവരെ അച്ഛനും അമ്മയും ഞങ്ങളെ കൂടെ പണിയെടുക്കുന്ന ആൾക്കാർ എല്ലാവരും ഉണ്ട് അതിൽ. അവിടെ പോയി കണ്ടാലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. ഇവർക്കൊക്കെ കാവലായിരുന്നു അല്ലേ? അതെ, ഈ ദിവസങ്ങളിൽ അതെ, ഈ സമയം വരെ ഞാൻ ഇവിടെ തന്നെയായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അത് ചിലപ്പം പുറത്തുള്ള ആൾക്കാരാവാം, ഇങ്ങനെ അറിഞ്ഞിട്ട് വരുന്നതാണ്. ഇങ്ങനെ അറിഞ്ഞു വരുമ്പോൾ നമുക്ക് പിന്നെ ഇവിടെയുള്ള ആൾക്കാരാണോ അല്ല പുറത്തുള്ള ആൾക്കാരാണോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടായിരിക്കും എന്നെ അവിടെ നിർത്തിയത്. അന്ന് മുതൽ ഞാൻ അവിടെ ഉണ്ട്. അപ്പോൾ എന്നെ അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവരെ കണ്ടാൽ അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മാസ്ക് താഴ്ത്തി കാണിച്ചു കൊടുക്കും. എന്നിട്ട് ശരി വരി നമുക്ക് നോക്കാം, ചൂരമലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് കയറ്റി വിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോഡി ഇവിടെ വന്നതിന് ശേഷം മണ്ണിലും ചെളിയിലും എല്ലാത്തിലും കടന്നിട്ട് വന്നിട്ട് ഇവിടുത്തെ ഒരു അവസ്ഥ നമുക്ക് അറിയുള്ളൂ. എല്ലാ കാര്യങ്ങളും ദുർഗന്ധമായാലും ഇനി എന്തായാലും. പക്ഷെ അതൊന്നും ഒരു ഇതും മടി കൂടാതെ ഫ്രീസർ ഓപ്പൺ ചെയ്ത് എല്ലാ കാര്യങ്ങളും അതിൻ്റെ മുറയ്ക്ക് ഞങ്ങൾ ഒരാൾ ചോദിച്ചു അതെ ക്ലീൻ ചെയ്യാനും ഉണ്ട്. അതേപോലെ പിന്നെ നമുക്ക് എന്തെങ്കിലും നീരോ ബ്ലഡ് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യണം. അതിന് നമുക്ക് പുറത്തുനിന്ന് കുറച്ച് താത്തമാർ ലേഡീസിൻ്റെ ഇതൊക്കെ അവരെ ചെയ്യുക. ആണുങ്ങളത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ വന്നിട്ട് നമ്മൾ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഈ പിന്നെ DP കിറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പുറത്ത് അലൗഡില്ല. ഭക്ഷണങ്ങൾ വരെ ഞങ്ങൾക്ക് പോലീസുകാർ വരെ ഞങ്ങൾക്ക് വാരി തന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ ഗ്ലൗസ് ഊരാൻ പറ്റൂല, DP കിറ്റ് ഊരാൻ പറ്റൂല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ. പക്ഷെ ഇവിടുന്ന് നമ്മൾ പുറത്തൊരാളത്ത് പോയി പറയുമ്പോൾ ഞങ്ങൾ കുറേ കണ്ടതാണെന്നുള്ള കുറേ ആൾക്കാർക്ക് ഒരു ഇതുണ്ട്, ആ ഒരു പരിഭവമുണ്ട്. പക്ഷേ നമ്മൾ അതൊന്നും വക വെക്കാതെ അതിനുള്ളിൽ കയറിയിട്ട് ഈ സമയം വരെ ഞാൻ എൻ്റെ പെങ്ങളെ ഭർത്താവുണ്ട്, സിക്കന്ദർ എന്ന പേര്, പിന്നെ ജയേഷേട്ടൻ, സിദ്ദീഖ, അങ്ങനെ ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഞങ്ങൾ അന്ന് മുതലേ ഉണ്ട്. പക്ഷേ ഞാനും ജയേഷേട്ടനും എൻ്റെ പെങ്ങളെ ഭർത്താവ് സിദ്ദീഖും അവർ പിന്നെ സിദ്ദീഖല്ല ചിക്കു, അവർ മൊത്തത്തിൽ ഞങ്ങൾ ഫുൾ ടൈം എന്താ വെച്ചാൽ രാവിലെ പകലില്ല എന്ന് പറഞ്ഞ മാതിരി എനിക്കെന്തെങ്കിലും ക്ഷീണം വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവനെ വിളിക്കും, അവൻ വന്ന് നിൽക്കും, ഞാൻ ജീപ്പിൽ കിടക്കും. ഷാഹിദിന്റെ ചൂരൽമലയിലെ വീടിന്റെ അവസ്ഥ? വീട് പറഞ്ഞു കഴിഞ്ഞാൽ തറവാടായിരുന്നു, ഒരു 3.5-4 സെൻറ്റേ ഉള്ളൂ. പക്ഷേ അത് അവിടെ പിന്നെ ഇതിൻ്റെ ഈ ഫസ്റ്റ് ഉരുൾ പൊട്ടിയ സമയത്ത് മുതൽ അവിടെ ഭീഷണി ആയതുകൊണ്ട് ഞങ്ങൾ ആ സമയത്ത് വാടകയ്ക്ക് മാറി. പക്ഷെ എൻ്റെ ബാക്കിയുള്ളവരെല്ലാം എൻ്റെ ഞങ്ങളെ ബാക്കിയുള്ളവരൊക്കെ അവിടെയായിരുന്നു. അവർ അപ്പോൾ പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലോട്ട് മാറി, അതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെയാണ് കെട്ടിയത്. അപ്പോൾ അവർ ഈ ഉരുൾ പൊട്ടിയ സമയത്ത് അടിഭാഗത്ത് മൊത്തം വന്നതുകൊണ്ട് അവരെന്ത് ചെയ്തു, അവർ മേലെ ഭാഗത്ത് കയറി നിന്നിട്ട് പിറ്റേ ദിവസമാണ് അവരവിടെ നിന്ന് രക്ഷാപ്രവർത്തനം ചെയ്യുന്നത്. അടുത്ത ദിവസം അന്ന് രാത്രി ഫുൾ ടൈം അവർ ആ 2ാം നിലയിൽ വാർപ്പിലായിരുന്നു. കറണ്ടില്ല, വെളിച്ചല്ല, ഫോണിൽ വിളിച്ചാൽ കിട്ടണില്ല. ഞാൻ ഒരുപാട് തവണ എൻ്റെ വല്യമാനെ വിളിച്ചു, എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാനെ, ആർക്കും ഫോൺ കിട്ടണില്ല, ആരും വിളിച്ചിട്ട് കിട്ടണില്ല. അതിൻ്റെ ടെൻഷൻ വേറെ. എനിക്ക് ഡ്രൈവിങ് ചെയ്തിട്ടാണെങ്കിൽ വണ്ടി നീങ്ങണില്ല, കയ്യും കാലൊക്കെ വരയ്ക്കുക, എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഈ ഫസ്റ്റത്തെ ഒരു 3-4 ദിവസം. അത് കഴിഞ്ഞിട്ട് ഞാൻ അന്ന് വന്ന് അവിടെ പോയി കണ്ടിട്ട് നേരെ ഇവിടെ വന്നതാണ്. അന്ന് മുതൽ ഈ സമയം വരെ ഞാനിവിടെ ഉണ്ടെന്ന് വെച്ചാൽ സത്യത്തിൽ മനസ്സൊക്കെ കല്ലായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഓരോ മയ്യത്ത് അല്ലെങ്കിൽ ഓരോ പിന്നെ നമ്മൾ ഏത് മതക്കാരായാലും അവർ നമ്മളൊരു കാര്യത്തിൽ ഒരു ആചാരത്തിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഈ സമയം വരെ. ഇന്നലെ വന്ന് നമുക്ക് കയ്യിൽ വാങ്ങാൻ പറ്റിയ അത്രേ ഉള്ളൂ. ഈ 2 കയ്യിൽ ഇങ്ങനെ വാങ്ങിപ്പോകാൻ പറ്റില്ല, 2 ആളെ പിടിക്കാനും 3 ആളെ പിടിക്കാനുള്ളതൊന്നുമില്ല, അത്രേ ഉള്ളൂ. 2 കയ്യിൽ പിടിക്കാനുള്ള ചെറിയൊരു പൊതി, അത് എന്താണെന്നോ ഏതാണെന്നോ ഒന്നും നമുക്കറിയാം. നമുക്കിവിടെ പാക്ക് ചെയ്തിട്ടാണ് കൊണ്ടുവന്ന് തരിക.
ആ ഒരു അവസ്ഥയിലാണ് ഇന്നലെ വൈകുന്നേരം വരെ ഞങ്ങൾ ഇവിടെ നിന്നത്. ശരത്, ഇനിയും കൂടുതൽ ചോദിച്ച് വിഷമിപ്പിക്കുന്നില്ല. ഷാഹിദ് കുറേ ദിവസമായി ഇവിടെ ഇതിൻ്റെയോടൊപ്പം നിൽക്കുന്നവരാണ്. ഞാനിത് ഷാഹിദിനെ കൊണ്ടുവരാനുള്ള കാരണം മറ്റൊന്നു കൂടിയുണ്ട്. പല കാര്യങ്ങളും എടുത്ത് വിവാദം, സന്നദ്ധ പ്രവർത്തനം എന്നൊക്കെ പറയുന്നവർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ചൂരൽമലയിലെ തന്നെ ഒരുപാട് ആളുകൾ ഈ വിഷമമൊക്കെ സഹിച്ചുകൊണ്ട് ഈ സന്നദ്ധ പ്രവർത്തകരായി ഇവിടെ നിൽപ്പുണ്ട്. ഇത്രയുമുള്ള ഷാഹിദിനെ പോലെയുള്ള ഒരുപാട് കുട്ടികൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ, യുവാക്കളൊക്കെ തന്നെ ഇതിനുള്ളിലുണ്ട്. അതിനിടയിലാണ് വിവാദങ്ങൾ ഉണ്ടാക്കാനായി പുറത്തുനിന്നും സന്നദ്ധ പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണ കിറ്റുമായൊക്കെ വന്നിട്ട് ഇവിടെ വിവാദമുണ്ടാക്കാൻ മനഃപൂർവ്വം കരിവാരിത്തേക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അവരുടെ ബന്ധുക്കളെയും ഇവരെ പോലെയുള്ള ആളുകളെയും കാണണം ഇവരൊക്കെ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ ഞാൻ ഇപ്പോൾ ഷാഹിദിനെ പരിചയപ്പെട്ടപ്പോൾ ഇതിൽ കൊണ്ടുവരാനുള്ള കാരണം. ശരത്, മനസ്സിലായി ജോഷില, അത് വളരെ നന്നായി എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. ശരി ജോഷില, താങ്ക് യു. കാരണം ഷാഹിദ് പറഞ്ഞൊരു വാചകമുണ്ട്, മനസ്സ് കല്ലായി. അതായത് അവിടേക്ക് വന്നിട്ടുള്ള മൃതദേഹങ്ങൾ, ശരീരഭാഗങ്ങൾ ഇതെല്ലാം സംരക്ഷിച്ച് ഫ്രീസറിൽ വെച്ച് നോക്കുന്ന ആ ജോലി എല്ലാ ദിവസവും കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് അധികമായി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഷാഹിദ് പറഞ്ഞ ഒരു അവസ്ഥയുണ്ട്, പോലീസുകാർ ഭക്ഷണം വാരി തരേണ്ടി വന്നു. കാരണം ഈ കിറ്റൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ ഗ്ലൗസ് മാറ്റാൻ കഴിയില്ല, ഭക്ഷണം പോലീസുകാർ വാരി തരുന്ന അവസ്ഥ. എന്നിട്ട് അവർ തന്നെ 3-4 പേര് ബന്ധുക്കളും മറ്റൊരു മാറി നിൽക്കുന്നു. ജീപ്പിൽ തൊട്ടപ്പുറത്ത് പോയി കിടന്നുറങ്ങുന്നു, വീണ്ടും വന്ന് ഇതിന് കാവൽ നിൽക്കുന്നു. ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ച മനുഷ്യരുമുണ്ട്. അതാണ് ഷാഹിദ് പറഞ്ഞ ആ ഒരൊറ്റ വാചകം മതി, ഇതൊക്കെ ചെയ്ത് മനസ്സ് കല്ലായി എന്ന് പറയുന്ന ഒരു അങ്ങേയറ്റം ഒരു ദുരന്തത്തിൽ തകർന്നു നിൽക്കുന്ന മനുഷ്യനാണ്. പക്ഷെ അതിനിടയിലും ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ ചെയ്തു പോയതിനെക്കുറിച്ച്, അങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നതിനെക്കുറിച്ചാണ് വളരെ നിർവികാരനായി ഇപ്പോൾ ഷാഹിദ് സംസാരിച്ചത്.